പണ്ടൊരിക്കൽ നടന്ന കാര്യം. ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. അതിന്റെ പേര് റാംപൂർ. ആ ഗ്രാമം വളരെ പാവപ്പെട്ട ഗ്രാമമാണ്. ഗ്രാമത്തിൽ ഒരു നല്ല കൃഷിയുമില്ല, നല്ലൊരു വ്യാപാരവുമില്ല. അവിടെയുള്ളവർ തന്റെ കുടുംബം നടത്താനായി ഒരുപാട് ദൂരെ അവർ ജോലിക്ക് പോകും. അവിടെ ചെന്ന് അവർ കാശുണ്ടാക്കും. ദൈവമേ, ദിവസം ഈ ക്ഷീണമുള്ള ജീവിതത്തിനെ കുറിച്ച് ഞാൻ വിഷമിച്ചു പോയി. ദിവസം ഒരുപാട് മൈലുകൾ നടന്നു ചെന്ന് ജോലി ചെയ്യണം. പിന്നെ മറ്റൊരു പാടത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വരുന്നു. ഇത്രയും ജോലി ചെയ്തതിന് ശേഷം നമുക്ക് കിടക്കുന്ന കാശ് ഒരു മാസത്തിന് പറ്റാതായി പോയി. അത്രയും നമുക്ക് പൈസയും കിട്ടുന്നുണ്ട്. വളരെ ശരിയാണ് പറഞ്ഞു കിഷൻ. ഞാനും ക്ഷീണിച്ചു പോയി. പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതം ജീവിക്കണമല്ലോ. കിഷൻ, അവിടെ നോക്ക്, ഓട്ടോ ഉണ്ട്. വാ, ഇന്ന് ഓട്ടോവിൽ വീട്ടിലേക്ക് പോവാം. എന്താ സംസാരിക്കുന്നു? ഓട്ടോവിലോ? അറിയാമല്ലോ നാടിന്റെ അവസ്ഥ എന്താന്ന്. അറിയാം. നാട്ടിൽ ഫ്യൂവല് വളരെ കുറവായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓട്ടോവിൽ പോയി കൂടെ എന്താ? ഇതുപോലെ ഓട്ടോവിൽ പോയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. നീ പറയുന്നത് നേരാണ്. പക്ഷേ ഓട്ടോവിൽ പോകാനുള്ള തകുതി നമ്മൾക്കില്ലല്ലോ. ഫ്യൂവൽ ഇല്ലാത്തത് കൊണ്ട് നാടിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടുള്ളത്. പിന്നെ ഈ ഓട്ടോ ഓട്ടുന്നവരും കുറച്ച് സമ്പാദിച്ച് അവരുടെ ജീവിതം നടത്തുന്നു. നമ്മളുടെ അടുത്ത് 500 രൂപ ചോദിക്കും. ചേടാ വീടരാ, അവർക്കും പൈസ കിട്ടണമല്ലോ. നീ പറയുന്നത് നേരാണ്. കിഷൻ പറഞ്ഞതുപോലെ ഗ്രാമത്തിൽ എണ്ണയുടെ കുറവുണ്ടായിരുന്നു. പാടത്ത് കൃഷിയും വളരെ മോശമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ജോലിയില്ലാതെ വളരെ കഷ്ടത്തിലായിരുന്നു. അതിലും പ്രത്യേകിച്ച് റാംപൂറിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. പക്ഷെ ഇത്ര കഷ്ടങ്ങൾക്കിടയിൽ പോലും റാംപൂറിലെ ജനങ്ങൾ അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ ജീവിച്ചു. അല്ല, നിങ്ങൾ എത്തിയോ? ശരി, വരൂ, വന്ന് ആഹാരം കഴിക്കൂ, എന്നിട്ട് വിശ്രമിക്കൂ. ഞാൻ നിങ്ങളുടെ കാലിന് മസാജ് ചെയ്തു തരാം. നിങ്ങൾക്കും അല്പം വിശ്രമം കിട്ടും. മസാജോ? അതും എന്നെ ഇല്ലാതോ? എന്റെ കയ്യിൽ അങ്ങനെ ഒരു മാജിക് ഉണ്ട്. ഏതോ ഒരു രീതിയിൽ എല്ലാം നടന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ പഞ്ചായത്ത് തലവൻ ഹരിദാസ് ഗ്രാമത്തിന്റെ നല്ലതിനു വേണ്ടി ഒരു തീരുമാനമെടുത്തു. ഇവിടെ പഞ്ചായത്തിലേക്ക് എല്ലാവരും വന്നതിന് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഇങ്ങോട്ട് വരാൻ വെച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗ്രാമത്തിന്റെ നല്ലതിന് വേണ്ടി ഒരു യാഗം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും ഒരു കാര്യം അറിയാം. കടന്ന കൊല്ലങ്ങളായിട്ട് നമ്മുടെ റാംപൂർ ഗ്രാമത്തിൽ കൃഷിയും ചെയ്യാൻ പറ്റില്ല, ഏതൊരു വ്യാപാരവും നല്ല രീതിയിൽ നടത്താനും പറ്റില്ല. കുറേ പ്രാവശ്യങ്ങൾ ശ്രമിച്ചതിന് ശേഷം പോലും നമുക്ക് ഏതൊരു വഴിയും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു വഴി മാത്രമാണ് കാണുന്നുണ്ട്. അത് ദൈവത്തിനെ വിശ്വസിക്കുന്നത്. നമ്മൾ നാളെ ഗ്രാമത്തിന്റെ അമ്പലത്തിൽ ഒരു യാഗം ചെയ്യാം. ഹരിദാസ് പറഞ്ഞത് കേട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും സമ്മതിച്ചു. പിന്നെ തീരുമാനിച്ചതുപോലെ എല്ലാരും അടുത്ത ദിവസം ക്ഷേത്രത്തിൽ ഒന്നിച്ചുകൂടി. എല്ലാരും ചേർന്ന് ഒരു ദൈവിക യാഗം ചെയ്തു. യാഗത്തിൽ എല്ലാരും ഭക്തിയോടെ നിന്നുകൊണ്ടിരുന്നു. ചിലർ അവരുടെ കുടുംബത്തിനു വേണ്ടി, ചിലർ ആ ഗ്രാമത്തിനു വേണ്ടി, ചിലർ യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ തന്റെ നാടിനു വേണ്ടി പൂജ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ വന്നത്. അത് കണ്ടതും ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അവർ കരുതി, എന്റെ ദൈവമേ, നിങ്ങൾ മഹാപ്രഭുവാണ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോ. വേണമെങ്കിൽ നോക്കിക്കോളൂ, നമ്മുടെ റാംപൂറിൽ മഴ പെയ്യും. പാടങ്ങളെല്ലാം പശ്ചിമ കൊണ്ട് നിറയും. കാർമേഘം കണ്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ മഴ പെയ്യാൻ തുടങ്ങിയതും എല്ലാവരും ഞെട്ടിപ്പോയി. എന്താ ഇത് വെള്ളമല്ല, എണ്ണയാണ്. അയ്യോ ദൈവമേ, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരുപക്ഷെ ഇത് ദൈവത്തിന്റെ ദേഷ്യമായിരിക്കുമോ? ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഇങ്ങനെ പെയ്യുന്ന വിചിത്രമായി ഈ മഴ കണ്ട് ആശ്ചര്യത്തിലായി. എന്നിട്ട് പേടിച്ചോ. അപ്പോഴാണ്, ഇവിടെ നോക്കൂ, എല്ലാവരും കുറച്ച് പ്രശാന്തമായിരിക്കും. നിങ്ങൾ എല്ലാവരും പേടിച്ച് ഷോക്കിലുള്ളത് പോലുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടാൽ ഇതിൽ പേടിക്കാനുള്ള ഒരു കാര്യം പോലും ഇല്ല. ഇവിടെ നോക്കു മോഹൻ, നീ എന്താ പറയാൻ വരുന്നു? അതേ തലവൻ സാറേ, ഞാൻ പറയുന്നത് നേരാണ്. ഇതിൽ പേടിക്കാനുള്ള ഒരു കാര്യം പോലും ഇല്ല. മോഹൻ പറഞ്ഞത് കേട്ടിട്ട് എല്ലാരും അതിശയിച്ചു. ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് മോഹൻ പറഞ്ഞത്, ഇവിടെ നോക്ക്, മഴ എപ്പോഴും വെള്ളം കൊണ്ടുവരുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളുടെ റാംപൂരിൽ ഒരു മായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പേടിക്കുന്നതിന് പകരം നമ്മൾ എല്ലാവരും ഇതിനെ ഉപയോഗിക്കണമോ? അതെങ്ങനെയാണ്? ഈ എണ്ണയെ നമ്മൾ വിൽക്കാം. എന്ത് വിൽക്കണമെന്നോ?
അതെ, ഈ എണ്ണയിനെ വിറ്റ് നമ്മളുടെ റാംപൂരിലേക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയേക്കാം. അതുകൊണ്ട് നമ്മളുടെ ഗ്രാമത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോകും. മോഹൻ പറഞ്ഞത് കേട്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം തന്നെ അതിശയിച്ചു പോയി. ഒപ്പം അവർ സന്തോഷിക്കുകയും ചെയ്തു. മോഹൻ പറഞ്ഞത് എല്ലാവരും അംഗീകരിച്ചു. കൊള്ളാമല്ല മോഹൻ, നിങ്ങൾ പറഞ്ഞത് ശരിക്കും നല്ല കാര്യമാണ്. ഇനി മുതൽ റാംപൂർ പഴയതുപോലെ ആയിരിക്കില്ല. ഇനി നമ്മുടെ ഗ്രാമത്തിൽ എല്ലാവരും നന്നായിരിക്കും. ഇനി എല്ലാം തന്നെ മാറിയേക്കും. ഇപ്പോൾ റാംപൂർ ഗ്രാമത്തിനായി സ്വന്തമായ ഒരു കച്ചവടം തുടങ്ങണം, എണ്ണ കച്ചവടം. പക്ഷെ അതിനു മുൻപേ ഈ എണ്ണ നമ്മൾ നല്ല രീതിയിൽ ശേഖരിച്ചു വെക്കണം. പിന്നെ ഇത് വിൽക്കാൻ ഒരു നല്ല വഴി കണ്ടുപിടിക്കണം. അതിന് നിങ്ങളെ എനിക്ക് സഹായിക്കാനാകും. നീ പറയുന്നത് വളരെ ശരിയാണ് സുനിത. അത്ഭുതം കുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും റാംപൂർ ഗ്രാമത്തിന്റെ വിധിനെ മാറ്റുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു, ഈ കാര്യത്തിൽ റാംപൂർ ഗ്രാമം മുഴുവനും നിങ്ങൾക്ക് സഹായിക്കും. അവസാനം ആരും തന്നെ ചിന്തിച്ചു കാണില്ല അത് സംഭവിച്ചു. റാംപൂരിന്റെ നല്ല ദിവസങ്ങൾ തിരികെ വന്നെത്തി. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും ചേർന്ന് മോഹനും സുനിതയും പറഞ്ഞ പദ്ധതി പ്രകാരം എല്ലാ എണ്ണയും ഗ്രാമത്തിലെ കിണറിൽ ശേഖരിച്ചു വെച്ചു. ഒപ്പം തന്നെ തറയിൽ വീഴുന്ന എല്ലാ എണ്ണയും ഒരു പൈപ്പിട്ട് ഗ്രാമത്തിലെ പുഴയിൽ ശേഖരിച്ചു. അത്ഭുതം, അവസാനം നമ്മൾ വിചാരിച്ചതുപോലെ നടന്നിട്ടുണ്ട്. സുനിത, നിന്റെ പ്ലാന് വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് അടുത്ത കൊല്ലത്തിന് വേണ്ടിയുള്ള എണ്ണയിനെ പോലും സേമിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നോക്ക് നമ്മളുടെ വ്യാപാരം എങ്ങനെ നടക്കുന്നുവെന്ന്. എണ്ണ കിണറിലും പിന്നെ പുഴയിലും ശേഖരിച്ചതിന് ശേഷം മോഹൻ തന്റെ കൂട്ടുകാരൻ രോഹനോടൊപ്പം ചേർന്ന് ആ എണ്ണ തന്റെ ഫാക്ടറിയിൽ ശുദ്ധീകരിക്കാനുള്ള പണികൾ ചെയ്തു. ഒപ്പം തന്നെ സുനിതയും അത് പാക്കേജിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ റാംപൂരിൽ എണ്ണ വിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ഈ കാര്യം നാട് മുഴുവനും അറിഞ്ഞു. പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നത് പോലെ എന്റെ പുറകിൽ ഒരു വലിയ ഫാക്ടറി കാണുന്നുണ്ടല്ലോ. ഇത് ആ ഫാക്ടറിയാണ്. ഇവിടെ നിന്നാണ് എണ്ണ രാജ്യം മുഴുവനും അയക്കുന്നത്. പിന്നെ ഇത് അതേ റാംപൂറാണ് ഒരു സമയത്ത് കഷ്ടത്തിൽ മൂழ்കിയിരുന്നത്. ഇവിടെയാണ് ഒരിക്കൽ എണ്ണ മഴ പെയ്തത്. പിന്നെ ഇന്ന് ആ മാന്ത്രിക മഴയുടെ പ്രവൃത്തിയാണ്. റാംപൂർ മാത്രമല്ല, രാജ്യത്തിന്റെ മുഴുവൻ തലയെഴുത്തും മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. എന്റെ ദൈവമേ, നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് മാത്രമല്ലാതെ അതിനെ നിറവേറ്റിയും തന്നു. പിന്നെ ഞങ്ങളുടെ റാംപൂർ ഇത്ര കൊല്ലങ്ങളായിട്ട് എവിടെ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ ലോകത്തിന് എല്ലാവർക്കും അത് അറിയാം. ശരിക്കും നിങ്ങൾ അത്ഭുതം ചെയ്തു ദൈവമേ, അത്ഭുതം ചെയ്തു. എന്റെ ദൈവമേ, അവസാനം റാംപൂരിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും വിഷമവും കഷ്ടങ്ങളും എല്ലാം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ വളരെ സന്തോഷിച്ചു. പിന്നെ അവരുടെ വളർച്ചയിൽ അവർ വളരെ തൃപ്തിയുള്ളവരായിരുന്നു. ഇപ്പോൾ റാംപൂരിലുള്ള കുട്ടികളൊക്കെ നല്ല സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. ചെറുപ്പക്കാരെല്ലാം എന്തെങ്കിലും പണിക്ക് പോയി തുടങ്ങി. റാംപൂരിനോടൊപ്പം ചേർന്ന് മുഴുവൻ നാടും വളരാൻ തുടങ്ങി. പാഠം: യഥാർത്ഥ അധ്വാനം, ധൈര്യം, ശരിയായ ചിന്തയിലൂടെ എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് നല്ലതായി മാറ്റാൻ സാധിക്കും. പ്രശ്നം എത്ര വലുതായാലും ശരി, ജനങ്ങളെല്ലാം ഒന്നിച്ച് പണിയെടുക്കുകയാണെങ്കിൽ, അതിലൊരു കള്ളത്തരവും ഇല്ലെങ്കിൽ വിജയവും സമൃദ്ധിയും തീർച്ചയായും കിട്ടും.